ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഉടനെ തന്നെ നടക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായിട്ട് അവിടെ ഇന്ത്യ സഖ്യം മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ ബീഹാറിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ്, കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എല്ലാവരും ചേർന്നുകൊണ്ട് ബീഹാറിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള 10 ന്യായ വാഗ്ദാനങ്ങൾ പുറത്തിറക്കിയത്. നമുക്കറിയാം, മുൻപ് കർണാടകയിലെയും ഹിമാചൽ പ്രദേശിലെയും ഒക്കെ തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സമാനമായ രീതിയിൽ ന്യായ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും അത് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നടപ്പിലാക്കി അത് ജനങ്ങൾക്ക് മുന്നിൽ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വാഗ്ദാനങ്ങളാണ് നടത്തിയത്. അതൊക്കെ തന്നെ നടപ്പിലാക്കുകയും ചെയ്തു. വെറുതെ വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നില്ല അവ, അതൊക്കെ തന്നെ പ്രാബല്യത്തിൽ വരികയും ചെയ്തു സർക്കാർ അധികാരത്തിലേറി ഉടനെ തന്നെ. സമാനമായ രീതിയിൽ ബീഹാറിലെ ഏതാണ്ട് വരുന്ന ഒരു ജനസംഖ്യയുടെ നല്ലൊരു ശതമാനവും വരുന്ന വിഭാഗമെന്ന് പറയുന്നത് ഈ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ആണ്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള 10ഓളം വാഗ്ദാനങ്ങളാണ് ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഈ പറയുന്ന പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനായിട്ട് നിയമം കൊണ്ടുവരും എന്നതാണ്. ശക്തമായ ഒരു നിയമം അവിടെ കൊണ്ടുവരുമെന്ന് ഈ ന്യായ വാഗ്ദാനത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന അതിദരിദ്രരായിട്ടുള്ളവർക്കുള്ള സംവരണം അത് 20%. അത് 20%-ൽ നിന്നും 30%-ലേക്ക് വർദ്ധിപ്പിക്കും എന്ന ഈ ന്യായ വാഗ്ദാനം പറയുന്നുണ്ട്. കൂടാതെ നിലവിൽ സംസ്ഥാനത്തെ ജനസംഖ്യാനുപാതത്തിലുള്ള ഈ റിസർവേഷൻ എന്ന് പറയുന്നത് 50%. അത് 50%-ൽ നിന്നും ആ ഒരു പരിധി അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത്തരത്തിലൊരു പ്രമേയം, ഒരു ബില്ല് പാസ്സാക്കി, നിയമസഭ പാസ്സാക്കി അത് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കും. അത് ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടാണ് ആ വിഷയം വരുന്നത്. അതിലൊരു അമെൻമെന്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രമേയം നിയമസഭ പാസ്സാക്കി അയക്കുമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അതിദരിദ്രരായവരിൽ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി, കോൺഗ്രസും RJDയും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തരത്തിൽ അതിദരിദ്രരിൽ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ഉറപ്പാക്കുമെന്ന ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. അത്തരത്തിൽ ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളെ ചേർത്തു പിടിക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതൊക്കെ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ, വെറും പറഞ്ഞു പോകുന്ന ചില വാഗ്ദാനങ്ങളെല്ലാം മറിച്ച് അത് നടപ്പിലാക്കാൻ പറ്റുന്ന, നിറവേറ്റാൻ പറ്റുന്നതാണെന്ന് ഉറപ്പുള്ള ഏതാണ്ട് 10 വാഗ്ദാനങ്ങൾ, സമാനമായ രീതിയിലുള്ള 10 വാഗ്ദാനങ്ങളാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ആ സംസ്ഥാനത്തെ ഏറ്റവും താഴെയുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ തന്നെ ഏറെ പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത്തരം വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുവാനുള്ള കോൺഗ്രസ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിബദ്ധതയെ വിളിച്ചോതുന്നതാണ് ആ ഒരു പ്രഖ്യാപനങ്ങൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ മറ്റ് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്, ബീഹാറിലെ മറ്റ് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമാനമായ രീതിയിലെ പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ വരും ദിവസങ്ങളിലും കോൺഗ്രസ് പുറത്തിറക്കും. കോൺഗ്രസും RJDയും ഉൾപ്പെടുന്ന സഖ്യം പുറത്തിറക്കുമെന്ന് ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ബീഹാറിലെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത്. നേരത്തെ തന്നെ ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര എന്ന രീതിയിൽ ഒരു യാത്ര നടത്തി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും RJDയും ഒക്കെ തന്നെ ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് പിന്നാലെയാണ് വോട്ടർ അധികാർ യാത്ര സംഘടിപ്പിച്ചത്. അതിന് വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് സംസ്ഥാനത്തെമ്പാടും ലഭിച്ചത്. അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണി. അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഓരോ വിഭാഗങ്ങൾക്കും വേണ്ടി തങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ആദ്യഘട്ട പ്രഖ്യാപനം. അത് സമൂഹത്തിലെ, സംസ്ഥാനത്തിലെ ഏറ്റവും അശരണരായിട്ടുള്ള, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമായ EBC, അതായത് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, സാമ്പത്തികമായിട്ട് ഏറെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബീഹാറിൻ്റെ ജനമനസ്സുകളിൽ
ഇടം നേടി ജനമനസ്സുകൾ കീഴടക്കുന്ന നടപടികളുമായിട്ട് കോൺഗ്രസും സഖ്യ പാർട്ടികളും ഒക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. കോൺഗ്രസിന്റെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ പുരോഗമിക്കുകയാണ്. സീറ്റ് ഷെയറിങ്ങിൽ വിഭജനത്തിൽ അത് വലിയൊരു കടുംപിടുത്തത്തിലേക്ക് തങ്ങൾ പോകുന്നില്ല എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് വരുന്നുണ്ട്. കാരണം ഭരണമാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഭരണത്തിലുള്ള NDA സർക്കാരിനെ BJPയും JDUവും നേതൃത്വം നൽകുന്ന NDA സർക്കാരിനെ പിഴുതെറിയുക, തൂത്തെറിയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പല വിധത്തിലുള്ള നീക്കുപോക്കുകളും വേണ്ടിവരും, പല അഡ്ജസ്റ്റ്മെന്റുകളും വേണ്ടിവരും. അതുകൊണ്ട് തന്നെ സീറ്റ് ഷെയറിംഗിൽ ഒരു സീറ്റ് വിഭജനത്തിൽ തങ്ങൾ വലിയൊരു കടുംപിടുത്തത്തിന് ഇല്ല എന്ന ഒരു നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മറുവശത്ത് ഈ BJPയും JDUവും അടങ്ങുന്ന മുന്നണി വലിയ രീതിയിലുള്ള അങ്കലാപ്പിലാണ്, വലിയ പ്രശ്നങ്ങളിലാണ് ഈ സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഉള്ളത്. ഒരു വശത്ത് കോൺഗ്രസും RJDയും അടങ്ങുന്ന സഖ്യം എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി വർദ്ധിത വീര്യത്തോടു കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ശക്തിയോടെ മുന്നോട്ട് പോകുമ്പോൾ, മറുവശത്ത് BJPയും JDUവും അടങ്ങുന്ന സഖ്യം വലിയ പ്രശ്നങ്ങളെ നേരിടുകയാണ് എന്നതാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 243 നിയമസഭാ സീറ്റുകളാണ് ബീഹാറിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് ഷെയറിംഗ് ഇപ്പോൾ BJPക്കും NDAക്കും ഒരു തലവേദനയായിട്ട് മാറുന്നുണ്ട്. ഏറ്റവും വലിയ കക്ഷി തങ്ങളാണ് എന്ന് JDU അവകാശപ്പെടുന്നത്. അതുകൊണ്ട് കൂടുതൽ സീറ്റുകൾ തങ്ങൾക്ക് മത്സരിക്കാൻ വേണമെന്നാണ് JDU പറയുന്നത്. പക്ഷേ നിലവിലെ ഒരു കക്ഷി നില നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് അത് BJPയാണ്. അവർക്ക് 75 സീറ്റുകളോളം ഉണ്ട്. മറുവശത്ത് JDUവിന് ഏതാണ്ട് 43 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അവരുടെ സഖ്യകക്ഷികളായിട്ട് ഈ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുണ്ട്, ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിയുണ്ട്. അങ്ങനെ ചെറിയ പാർട്ടികളൊക്കെ തന്നെയുണ്ട്. ഈ ലോക് ജനശക്തി പാർട്ടി ചിരാഗ് പാസ്വാൻ JDUവുമായിട്ട് ഏറെക്കാലമായിട്ട് വലിയൊരു പോരാട്ടത്തിലാണ്. ഇക്കഴിഞ്ഞ അവിടെ പരിണതങ്ങളിലും ഒക്കെ തന്നെ JDUവിനെതിരെ ശക്തമായ വിമർശനമാണ് ഈ ചിരാഗ് പാസ്വാൻ ഉയർത്തുന്നത്. ചിരാഗ് പാസ്വാനെ അദ്ദേഹത്തിന്റെ അനുയായികൾ ബീഹാറിന്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അവരെ ഏതാണ്ട് 40 സീറ്റുകളോളം അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. 40 സീറ്റ് തങ്ങൾക്ക് വേണമെന്നാണ് ചിരാഗ് പാസ്വാന്റെ ഒരു പാർട്ടിയുടെ ആവശ്യം. എന്നാൽ അത് കൊടുക്കാനായിട്ട് BJPയോ JDUവോ തയ്യാറാകില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ചും JDU അതിനൊട്ടും അനുകൂലമല്ല. ഏതെങ്കിലും തരത്തിൽ ഈ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് 40 സീറ്റ് കൊടുക്കുകയും അവരുടെ ശക്തി തെളിയിക്കുകയും ചെയ്താൽ അത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു തിരിച്ചറിവ് JDUവിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി 15-20 സീറ്റുകൾ മാത്രമേ നൽകാവൂ എന്ന ഒരു കടുംപിടുത്തത്തിലാണ് നിതീഷ് കുമാർ ഉള്ളത്. അത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആ മുന്നണിയിൽ അത് വലിയൊരു അന്തഛിദ്രത്തിന് വഴിവെക്കും. അതുകൊണ്ട് തന്നെ BJP ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നേരത്തെ കഴിഞ്ഞ 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിൽ ചിരാഗ് പാസ്വാൻ 136 സീറ്റുകൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് JDUവിന് ആ തവണ വലിയൊരു തിരിച്ചടി നേരിട്ടത്. 43 സീറ്റുകളിലൊക്കെ അവർക്ക് ഒതുങ്ങേണ്ടി വന്നത്. പല മണ്ഡലങ്ങളിലും ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പറയുന്ന JDU സ്ഥാനാർത്ഥികളുടെ തോൽവി ഉറപ്പാക്കാനായിട്ട് ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അവിടെ NDAയിൽ BJPയും JDUവും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധി, ഈ സീറ്റ് ഷെയറിംഗ് പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ പ്രതിസന്ധി നേരിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ അവിടെ ഈ വോട്ടറധികാർ യാത്ര, വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ സർക്കാരിനെതിരായിട്ട് യുവജനങ്ങൾക്കിടയിൽ തന്നെ വലിയ ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. ഈ അൺഎംപ്ലോയ്മെന്റ് ഈ പറയുന്ന വോട്ട് ചോരിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടെയൊക്കെ തന്നെ സംസാരിക്കുന്നത്. ഒപ്പം തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം, ഭരണഘടനയ്ക്ക് തകർക്കുന്ന നീക്കങ്ങൾ ഈ പറയുന്ന BJPയുടെ ഒക്കെ തന്നെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് അതിനെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് തങ്ങൾ നടത്തുന്നത്. അതിന് ജനങ്ങളുടെ പിന്തുണ വേണമെന്ന ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിലാണ് കോൺഗ്രസ് പോരാട്ടം നയിച്ചത്. അതിന്റെ ഫലം അവർക്ക് ലഭിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ. നിലവിൽ ഇവിടെ ബീഹാറിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ ഈ പിന്നോക്ക വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന, അവർക്ക് ഒപ്പം തങ്ങളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള നടപടികളുമായിട്ടാണ് ഈ പറയുന്ന കോൺഗ്രസും RJDയും ഉൾപ്പെടെയുള്ള പാർട്ടികളും മുന്നണികളും മുന്നോട്ട് പോകുന്നത്. അത് അവിടെ നിലവിലെ ഭരണകക്ഷിയായ JDUവിനും BJPക്കും ഒക്കെ തന്നെ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്.